ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെറുപയറും പശുവും പാലും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ പിഴിയേണ്ട പ്രയാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് ചെറുപയറാണ്. നമുക്ക് ആദ്യം ഈ ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതാദ്യം ചെയ്യാം. ചെറുപയർ വറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വറുത്തെടുത്തിട്ട് പായസം ഉണ്ടാക്കുമ്പോഴാണ്. നമ്മുടെ പയറിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകും. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ നമ്മുടെ പയർ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എന്താ നമ്മുടെ പയർ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ നമ്മുടെ പയറിൻ്റെ ചൂട് അത്യാവശ്യം ആറിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അത് വളരെ ഈസിയാണ്. ഒരു മിക്സി ബൗൾ എടുക്കുക. ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് നമ്മുടെ പയർ ചേർത്ത് കൊടുക്കാം. മിക്സി ബൗളിൽ വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുക്കണം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. പൾസ് ബട്ടൺ യൂസ് ചെയ്താൽ മതി. നമ്മുടെ പയറൊന്നും പൊടിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക പൾസ് ബട്ടൺ യൂസ് ചെയ്ത്. അപ്പം ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പരിപ്പ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും തൊലിയൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ചില പയറിൻ്റെ തൊലി പോകാതിരിക്കും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളുടെ കയ്യിൽ മുറം ഉണ്ടെങ്കിൽ മുറത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വീശിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പറന്ന് പൊക്കോളും. മുറം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക. ഈ പ്ലേറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ തൊലി മാറ്റാവുന്നതേ ഉള്ളൂ. മുറത്തിലിട്ട് വീശിയാൽ ഇത് പെട്ടെന്ന് തന്നെ തൊലി കളയാൻ പറ്റും. ഇപ്പം നമ്മുടെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പം അതാ നമ്മുടെ പയർ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പയറെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിനൊരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാകും. നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റാം. നമ്മുടെ പയർ വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 150 ഗ്രാമോളം ശർക്കര ചീവി വെച്ചിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഞാനിവിടെ ഒരു 150 ഗ്രാമോളമാണ് എടുത്തേക്കുന്നത്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇതാ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചു. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ പയർ വേവിച്ചത് 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പയർ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറെ പാത്രത്തിലേക്ക് മാറ്റണമെന്നില്ല. കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. നമ്മുടെ പയർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് കൊഴുപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമ്മുടെ ശർക്കരപ്പാനിയും
ഈ പയറും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. മധുരം കുറവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് കാരണം ആദ്യമേ തന്നെ പാനി ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ശർക്കരയും ചെറുപയറും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് യൂസ് ചെയ്യണത്. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ പാലൊഴിച്ച് കൊടുത്തു. 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കണത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പം എന്താ നമ്മുടെ പായസം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് തീ ഓഫ് ചെയ്യാൻ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് തിക്കായിപ്പോയെങ്കിൽ പേടിക്കണ്ട. കുറച്ചുകൂടി പാലെടുത്ത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പാലൊഴിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ പാല് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടി ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 നുള്ള മാത്രമേ ചേർക്കാവുള്ളൂ. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കിയാലും 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് വരണത്. നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോണം. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇതാ കളർ മാറിയിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. അതും ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളറുള്ള കിസ്മിസാണ് എടുത്തേക്കണത്. കിസ്മിസ് ചേർക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒന്ന് വീർത്ത് വരട്ടെ. വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ ഇതാ ഇപ്പോൾ ഇതും വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ നമ്മുടെ പായസം കണ്ടോ ഇപ്പം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെറുപയർ പായസം. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. നമ്മൾ പശുവും പാൽ ചേർത്തത് കൊണ്ട് ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ വരണത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് സദ്യയുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സദ്യ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ ചെറുപയർ പായസം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.